കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമ്മി കരിവൻ തോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമ്മി കരിവൻ തോതിയ കഥയാണീ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. വന്നത് സോളമൻ തന്നെയാ. അവന്റെ ആ മസിൽ പിടിപ്പിച്ചിട്ടുള്ള നിൽപ്പും നോട്ടവും മുല്ലമുറ്റത്ത് വന്നപ്പോഴേ ഞാൻ നോട്ട് ചെയ്തതാ. വ്യക്തമായി കണ്ടതാണോ അതോ ആ സമയത്ത് നിങ്ങൾ വല്ല സ്മോളോ മറ്റോ അടിച്ചിരുന്നോ? മോളല്ല, ഞാൻ വല്ലതൊക്കെ. വാര്യരെ കാണാനല്ലാതെ അവൻ ഈ ടൗണിൽ വരേണ്ട ആവശ്യമില്ല. എങ്കിൽ സോളമന്റെ വരവിന്റെ പിന്നിൽ എന്തോ കാര്യമായ ലക്ഷ്യമുണ്ട്. വെറുതെ വണ്ടിക്കൂലി മുടക്കി അവൻ ഇത്ര ദൂരം വരത്തില്ല. ആ ഒറ്റ കാരണം കൊണ്ടാണ് വാര്യര് നിങ്ങളുടെ മുമ്പിൽ ഉരുണ്ട് കളിച്ചത്. വലിയ മാന്യനാണെന്നാണല്ലോ വാര്യരുടെ ഭാവം. എന്നിട്ട് ഇതാണോ കയ്യിലിരിപ്പ്? അയാൾ കള്ള തിരുമാലിയാണെന്ന് മാർഷിന്റെ ആത്മമിത്രമായിട്ട് കൂടെ നടന്നു. എന്നിട്ട് അങ്ങേര് ചത്തപ്പോ ആ കുടുംബത്തിന്റെ സ്പോൺസറായി പുള്ളി. അല്ല, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ എപ്പം മുല്ലമുറ്റത്ത് ചെന്നിട്ടുണ്ടോ അന്നേരം എല്ലാം ആ വാര്യരും അവിടെ കാണും. മിക്കവാറും പെണ്ണും പുള്ളിയും മോളും കൂടെ കാണും. ഒരുമാതിരി കോഴി അടയിരിക്കുന്നത് പോലെ ചുറ്റിപ്പറ്റി അവിടെ ഉണ്ടാവും. സ്വന്തം വീട്ടിനേക്കാൾ അവരുടെ സഹവാസം മുല്ലമുറ്റത്താ. അയൽവക്ക സ്നേഹത്തിനപ്പുറം എന്തോ കാര്യസാധ്യം മനസ്സിൽ കാണും. അല്ല, അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ വടിയും കുത്തിപ്പിടിച്ചിരിക്കുകയുള്ളൂ. സോളമൻ വന്നതാണല്ലോ വിഷയം. സംശയം തോന്നിയ സ്ഥിതിക്ക് അച്ഛൻ എന്താ അയാളെ കൈയോടെ പൊക്കാതിരുന്നു? യൂണിഫോം ഉണ്ടെന്ന് കരുതി അങ്ങനെ അങ്ങ് വെറുതെ പൊക്കാൻ പറ്റത്തില്ല. അവൻ ഒരു ഇന്ത്യൻ പൗരനാ. രാജ്യത്തെവിടെയും സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പിടികിട്ടാ പുള്ളിയോ ഏതെങ്കിലും വിഷയത്തിൽ സംശയിക്കപ്പെടുന്നവനോ അല്ല. ഒരു കേസിലും പ്രതിയായിട്ട് അറിവുമില്ല. അങ്ങനെ ഒരുത്തനെ നമ്മുടെ വ്യക്തിപരമായ ആവശ്യത്തിന്റെ പേരിൽ പിടിച്ചുകൊണ്ടുപോയാൽ ഞാൻ സമാധാനം പറയേണ്ടി വരും. രഹസ്യമായിട്ട് അവനെ ചൂണ്ടാമായിരുന്നു. അത് ഞാൻ ആലോചിച്ചു. എങ്ങോട്ടെങ്കിലും മാറ്റി നിർത്തി 2 എണ്ണം കൊടുത്തിട്ട് ഗംഗയെ പറ്റി ചോദിക്കാമായിരുന്നു. അത് ശരിയാ, അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ. അതിനും പ്രശ്നമുണ്ട്. എപ്പോഴായാലും നമ്മൾ ഗംഗയെ കണ്ടെത്തി കടത്തിക്കൊണ്ടു പോകുമായിരിക്കും. എവിടെങ്കിലും ബോഡി ആയിരിക്കും പൊങ്ങുന്നത്. അപ്പോ ഈ സോളമൻ പറയും SI ബാഹുലേയൻ ഈ ഗംഗയെ പറ്റി അന്വേഷിച്ചിരുന്നെന്ന്. അത് നമുക്ക് ഏണിയാവും. അതുകൊണ്ടാ മനഃപൂർവ്വം ഞാൻ സോളമന്റെ മുമ്പിൽ ചെന്ന് ചാടാതിരുന്നത്. ചുരുക്കത്തിൽ ഗംഗ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോവുകയാണ്. ഇനി അധികം വൈകാതെ അവൾ കുടുങ്ങും സൗദാമിനി. സോളമനെ ഞാൻ നേരിട്ടല്ല കൈകാര്യം ചെയ്യാൻ പോകുന്നേ. അവന്റെ താമസവും സ്വന്തം നാടും ഒക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പുനലൂരാ കുടുംബ വീട്. ASA ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. വാളക്കോടായിരുന്നു അന്ന് അവന്റെ താമസം. പുനലൂർ ദേശം മുഴുവൻ എനിക്ക് കാണാപ്പാടമാണ്. സോളമൻ ഗംഗയെ കൊണ്ട് അവിടെ പോയി ഒളിച്ചാലും നമ്മുടെ ആളുകള് അവിടെ ചെന്ന് പാർട്ടീസിനെ തൂക്കിയിരിക്കും. എങ്ങനായാലും കാര്യം നടന്നാ മതി. നടക്കും. ഇതിനിടയ്ക്ക് വാര്യർ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞതോ? അയ്യോ, അത് ശാരദയടത്തിയുടെ ക്ഷേമ വിവരം അന്വേഷിക്കാനാ. ഞാൻ ആ മോഹം നുളയിലേ അങ്ങ് നുള്ളിക്കളാം.
താടിക്ക് പിടിച്ചൊരു വട്ടക്കറക്കി വിടാനാ തോന്നിയത്. ഈ പ്രശ്നം ഒന്ന് സോൾവ് ആയിക്കോട്ടെ. ഭാര്യർക്ക് ഞാനൊരു പണി കൊടുക്കുന്നുണ്ട്. എന്നാൽ സോളമൻ വന്നത് കർത്താവേ, അപ്പച്ചൻ! ദൈവമേ, ഗംഗയെ കണ്ടുപിടിച്ച് കാണുമോ എന്തോ. വിളിച്ചറിയിക്കാതെ വന്നതിന് പിന്നിൽ എന്തോ ഉദ്ദേശമുണ്ട്. തൽക്കാലം ചെന്ന് പെടണ്ട. എന്നെ കാണാതിരുന്ന രാത്രിയാവുമ്പോ അപ്പച്ചൻ ഹൗസ് ഓണറെ വീട്ടിലേക്ക് പോയിക്കോളും. അപ്പ വന്ന് ഗംഗ ഇവിടുന്ന് മാറ്റാം. അതാ നല്ലത്. കർത്താവേ, ഗംഗ ശബ്ദമൊന്നും ഉണ്ടാക്കല്ലേ. സമയം 6:30 ഇവൻ ഇതെവിടെ പോയി കിടക്കുന്നു? ഒന്ന് വിളിച്ചു നോക്കാം. അപ്പച്ചൻ! ഹലോ, ആ അപ്പച്ചനാണോ? അല്ല, നിന്റെ അമ്മച്ചി. നാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനേ ഇപ്പൊ നാട്ടിലല്ല, നിന്റെ വീട്ടിലാ. ആണോ? എപ്പോ വന്നു? ദേ ഇങ്ങോട്ടൊന്ന് കയറിയതേ ഉള്ളൂ. അവർ അച്ഛനങ്കിളിനെ കണ്ടില്ലേ? ഇല്ലില്ല. നീ വരാറായില്ലേ? അപ്പച്ചാ, ഞാൻ ലേറ്റ് ആവുമല്ലോ. അതെന്താടാ? ഞാനിപ്പോ നെടുമങ്ങാട്ട് നിൽക്കുക. ഓഫീസ് ആവശ്യത്തിന് ഒരാളെ കാണാൻ വന്നതാ. മിക്കവാറും രാത്രിയാവും അങ്ങ് എത്താൻ. ഇവിടെ വേറെ താക്കോൽ എവിടെയെങ്കിലും ഇല്ലേ? ഇല്ല. ആ സാരമില്ല, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. നീ പെട്ടെന്ന് വരാൻ നോക്ക്. അയ്യോ അപ്പച്ചാ, പെട്ടെന്ന് വരവ് നടക്കില്ല. ഞാൻ എത്തുമ്പോ 10 മണിയെങ്കിലും ആവും. ഒരു കാര്യം ചെയ്, അവറാച്ചനങ്കളുടെ വീട്ടിലേക്ക് പോയിക്കോ. വരുന്ന വഴി ഞാൻ അവിടെ കയറി അപ്പച്ചനെ കൂട്ടാം. ഹലോ അപ്പച്ച. ആ അങ്ങനെ ചെയ്യാല്ലേ? ആ അതെ, സന്ധ്യയായാലേ ആ സിറ്റ് ഔട്ടിൽ കൊതുകിന്റെ ശല്യം കാരണം ഇരിക്കാൻ പറ്റില്ല. ആ എന്നാ ശരിയടാ, ഞാൻ അവറാന്റെ വീട്ടിലേക്ക് പോവാം. ഇപ്പൊ തന്നെ ഇറങ്ങുമല്ലേ? ഞാൻ എത്തിക്കോളാം. ശരി എന്നാ. ആ ശരി. സമ്മതിച്ചത് ഭാഗ്യം. ഈ ഗ്യാപ്പ് ചെന്ന് ഗംഗ ഇവിടുന്ന് മാറ്റണം. ഇനി എങ്ങോട്ടെന്നുള്ളത് അടുത്ത തലവേദന. ഹാ നോക്കാം. അപ്പച്ചന്റെ പിടിപ്പെടാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. നേരത്തെ അവറാന്റെ വീട്ടിലേക്ക് പോയാ മതിയായിരുന്നു. വീട്ടിന്റെ അകത്തുനിന്നാണല്ലോ. അപ്പൊ അതാണ് കാര്യം.
കയ്യോടെ പിടികൂടിയിട്ട് തന്നെ കാര്യം. അല്ലെങ്കിൽ വേണ്ട, കയ്യോടെ പിടികൂടാം. ഈ ഇടയായി ബാങ്കിലെ ഫയലെല്ലാം വീട്ടിൽ കൊണ്ടുവച്ചാണോ നോക്കുന്നേ? ബാങ്കിലെ സമയം കൊണ്ട് ജോലി തീരേണ്ട രുക്മിണി, ബാങ്ക് ഉദ്യോഗം സുഖമാണെന്ന പൊതുവേ ഉള്ള വിചാരം. 10 മുതൽ 3:30 വരെ ഇടപാടുള്ളൂ. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് അവധിയും. വാസ്തവം നേരെ മറിച്ച, ജോലി ഭാരം കൂടിക്കൂടി വരികയാണ്. അതിന് ജോലി ചെയ്യുന്നത് കമ്പ്യൂട്ടർ അല്ലേ? കമ്പ്യൂട്ടർ തനിയെ പണിയെടുക്കില്ലല്ലോ. ജോലി ചെയ്യിക്കാൻ മനുഷ്യർ തന്നെ വേണം. എല്ലാ ബാങ്കിലും ബിസിനസ് കൂടിക്കൂടി വരികയാണ്. അതിനനുസരിച്ച് സ്റ്റാഫിനെയും നിയമിക്കുന്നില്ല. ഉള്ളവർ ജോലി ചെയ്ത് നടുവോടിക്കുക. ആരോട് പറയാനാ ഇതൊക്കെ? അതെ, തന്റെ അന്വേഷണം കഴിഞ്ഞോ? അയ്യോ, ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാനാ ഇങ്ങോട്ട് വന്നത്. ചോദിക്കാം. സോളമൻ ഇപ്പോ ഗംഗയുടെ അടുത്തെത്തി കാണുമല്ലോ. നിങ്ങൾ തമ്മിൽ കണ്ടതും സംസാരിച്ചതും അവളെ അറിയിച്ചിട്ടുണ്ടാവും. അയാളെ ഒന്ന് വിളിച്ച് വിവരം അന്വേഷിക്കണ്ടേ? കുറച്ചു മുമ്പ് ഞാൻ വിളിച്ചു. സോളമൻ എത്തിയിട്ടില്ല. വണ്ടി കിട്ടാൻ ലേറ്റായെന്നാ പറഞ്ഞത്. സോളമൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഗംഗ ഇങ്ങോട്ട് വരാൻ ഒരുക്കാണോന്ന് അറിയണ്ടേ? ഒരുക്കാണെങ്കിലും അല്ലെങ്കിലും അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണോ അച്ഛാ? വേണമെങ്കിൽ ഞാനും വരാം. അതെന്താ, അച്ഛൻ മാത്രം പോയാ ഗംഗ വരില്ലേ? മാധവ മാഷിനെ പോലെയാ അവൾ അച്ഛനെയും കണ്ടിരിക്കുന്നെ. സമ്മതിച്ചു. എന്റെ അഭിപ്രായം പിൻവലിക്കുകയും ചെയ്തു. ഗംഗ വന്നു കഴിയുമ്പോ ബാഹുലേനെ എങ്ങനെയും വിവരം അറിയും. പൂച്ചക്കുട്ടിയും മറ്റും ഒന്നും അല്ലല്ലോ വീട്ടിനകത്ത് ഒളിപ്പിച്ചു വെക്കാൻ. സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ടാവും. അവരപ്പം തന്നെ ബാഹുലേനെ വിവരം അറിയിക്കും. അതിനു മുമ്പ് നമുക്കയാൾ അറിയിക്കണമെന്നാ ഞാൻ വിചാരിക്കുന്നേ. അയാൾ ഗംഗയെ റാഞ്ചി കൊണ്ടുപോകാൻ പറ്റുമൊന്നുമില്ലല്ലോ. തന്നെയുമല്ല, മുല്ലമറ്റത്ത് ഗംഗയ്ക്ക് താമസം തുടങ്ങണമെങ്കിൽ വീട് തുറക്കണം. താക്കോല് ബാഹുലേന്റെ കയ്യിലാ. ഗംഗയെ മുല്ലമുറ്റത്ത് കയറാൻ സമ്മതിക്കില്ലെന്ന് അയാൾ വീണ്ടും പറഞ്ഞാൽ എന്തു ചെയ്യും? അത് ശരിയാ അച്ഛാ. അന്നത്തെ ബഹളം ഒന്ന് ഓർത്തു നോക്കിയാ അതിന് സാധ്യതയുണ്ട്. ഇവിടെ നിർത്താം. പക്ഷേ എത്ര നാൾ അങ്ങനെ സംരക്ഷിക്കും? ബാഹുലേയൻ അങ്ങനെ കടുത്ത നിലപാടെടുത്താൽ ഇവിടെ നിയമവും വ്യവസ്ഥയൊക്കെ ഉണ്ടല്ലോ. SI അല്ല പോലീസിൽ അവസാനത്തെ വാക്ക്. ഉമ്മയ്ക്കിങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നമ്മൾ എന്തൊക്കെ ചെയ്യുമോ അതൊക്കെ ഗംഗയുടെ കാര്യത്തിലും ചെയ്യും. അപ്പോഴും അത് ബാധിക്കുന്നത് ഗീതയായിരിക്കും. അതല്ലേ പ്രശ്നം? ഒന്നാമതേ അതിനാ വീട്ടിൽ കഷ്ടകാലോ. ഗംഗയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല കാര്യത്തിനും ഗീതയ്ക്ക് അടി കിട്ടുകയെന്ന് വെച്ചാ അത് വലിയ കഷ്ടമാ. അതെ, നമ്മൾ ഇപ്പോഴേ അതിനെപ്പറ്റി ചിന്തിച്ച് തല പുണ്ണാക്കണ്ട. ഗംഗ വരുന്നതിന് മുമ്പ് ആലോചിച്ച് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് നോക്കുന്നതല്ലേ നല്ലത്. ഒരു പ്രതിവിധിയും കാണാൻ കഴിഞ്ഞില്ലെന്ന് വെച്ച് ഗംഗയെ കൊണ്ടുവരാതിരിക്കാൻ പറ്റുമോ? ആദ്യം ഗംഗ വരട്ടെ. ബാഹുലേയന്റെ സമീപനം എന്താണെന്ന് അറിഞ്ഞിട്ട് നേരിടാം. അതെന്തായാലും നേരിടുകയും വേണം. അമ്മയെ കണ്ടോ സോളമ? എന്തു പറ്റി? അമ്മയെ കാണാൻ കഴിഞ്ഞില്ലേ? അതൊക്കെ പിന്നെ പറയാം. പെട്ടെന്ന് ഡ്രസ്സെല്ലാം എടുക്ക്, ഇവിടുന്ന് പോണം. പ്രശ്നമാണ്, അപ്പച്ചൻ വന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്നു, ഗംഗ അറിഞ്ഞില്ലല്ലോ. ഇല്ല. ഭാഗ്യമൊന്ന് വിചാരിക്കും. പെട്ടെന്ന് റെഡിയാവും. ഞാൻ വൈകിട്ട് വന്നപ്പോ അപ്പച്ച സിറ്റൗട്ടിലുണ്ടായിരുന്നു. ഫോണിൽ സംസാരിച്ച് ഹൗസ് ഓണറുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിരിക്കുക. ഞാൻ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ അപ്പച്ചൻ ഇങ്ങോട്ട് വരും. രാത്രിയാണെന്നൊന്നും വിചാരിക്കില്ല. പക്ഷെ സോളമ, ഈ രാത്രിയിൽ ഞാൻ എന്ത് ചെയ്യും? എങ്ങോട്ട് പോവും? ഇന്നത്തേക്ക് തങ്ങാൻ ഞാനൊരു സ്ഥലം ഏർപ്പാടാക്കിയിട്ടുണ്ട്.
പിന്നീടുള്ള കാര്യം നാളെ ആലോചിക്കാം. ഇപ്പൊ വേണ്ടത് അപ്പച്ചന്റെ കണ്ണിപ്പെടാതെ നോക്കുകയാണ്. ഇല്ലെങ്കിൽ നാളെ എന്നൊരു ദിവസത്തെക്കുറിച്ച് ആലോചിക്കേണ്ടി വരില്ല. ഗംഗയെ സേഫ് ആക്കി എത്തിച്ചിട്ട് വേണം എനിക്ക് പോയി അപ്പച്ചനെ വിളിച്ചോണ്ട് വരാൻ. വേഗം വാ, ലേറ്റ് ആകും തോറും അപകടമാ. ആ ബാഗിങ് ഇതാ. ഗംഗ വാ. അപ്പച്ചാ, ഇത് വേണ്ട, വിശദീകരണം ആവശ്യമില്ല. ഇറങ്ങ്. അപ്പച്ചാ, പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങ്. ഇറങ്ങി പോടി ഇവിടുന്ന്. അപ്പച്ചാ വേണ്ട. മിണ്ടരുത് നീ. ദയവ് ചെയ്ത് ഈ രാത്രി ഗംഗ ഇറക്കി വിടരുത്. പിന്നെ നിന്റെ കൂടെ പുറക്കാൻ ഞാൻ അവളെ അനുവദിക്കണോ? അപ്പച്ചാ, നീ എന്ത് വിചാരിച്ചടോ? ഞാനൊന്നും അറിയില്ലെന്നോ? വൈകിട്ടേ കണ്ടതാ ഞാനിവളെ. തെളിവ് സഹിതം രണ്ടിനെയും പിടികൂടാമെന്ന് വിചാരിച്ചു. ഈ നെടുമങ്ങാട് എന്തിനാ പോയത്? വരാൻ രാത്രി കുറെ വൈകും. നീ ബുദ്ധിമാനാണെങ്കിലേ നിന്റെ അപ്പ അതിന്റെ അപ്പുറത്തെ ബുദ്ധിമാനാ. ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഒരക്ഷരം മിണ്ടരുത്. ഇറങ്ങ്. ഇറങ്ങടി. എടി അങ്ങോട്ട് ഇറങ്ങാൻ. അങ്കിള് വിചാരിക്കുന്ന പോലെ ഒരു ബന്ധവും ഞാനും സോളമനും തമ്മിൽ ഇല്ല. ഞാൻ ചോദിച്ചില്ല. നിന്റെ വാദം കേൾക്കാൻ വേണ്ട. അങ്കിൾ, ഇറങ്ങടി അങ്ങോട്ട്. ഞാൻ പറയുന്നത് കേൾക്ക്. അങ്കിൾ, അങ്കിൾ, ഞാൻ പെട്ടെന്ന് സ്ഥലം വിട്ടോളണം. വേണ്ട അപ്പച്ചാ. കേറിപ്പോടാ. എന്റെ സ്വഭാവം അറിയാലോ. അല്ല, നിന്നോട് ഏത് പക്ഷെ പറയണോ ഇറങ്ങിപ്പോവാൻ? അങ്കിൾ, ചവിട്ടി പുറത്താക്കുന്നതിനും ഇറങ്ങിപ്പോവണ്ടേ? അങ്കിൾ പ്ലീസ്, ഈ രാത്രി പോവാൻ വേറൊരു ഇടമില്ല. അങ്കിൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. സോളമനും ഞാനുമായി അങ്ങനെ ഒരു ബന്ധവും ഇല്ല. ബന്ധമില്ലെങ്കിൽ പിന്നെ നീ എന്തിനിവിടെ വന്നു? പുതിയ ബന്ധമുണ്ടാക്കാനുള്ള പരിപാടിയാ. എന്നെ കൊണ്ട് അധികം സംസാരിപ്പിക്കാതെ നീ പോ. ഈ അസമയത്ത് ഞാൻ എങ്ങോട്ട് പോവാനാ? അതും ഞാൻ പറഞ്ഞു തരണോ? അല്ലെങ്കിൽ നിനക്കൊക്കെ ഏത് സമയത്ത് എങ്ങോട്ട് പോകാനാണ് പ്രയാസം? രണ്ടും കൽപ്പിച്ചിറങ്ങി തിരിച്ചിരിക്കുകയല്ലേ? സത്യം എന്താണെന്ന് അറിയാഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന. ഞാൻ പറയുന്നത് കേൾക്കാനുള്ള മനസ്സുണ്ടാവണം. ഹാ, മനസ്സില്ലടി എനിക്ക്. അവള് പിന്നെ നിന്ന് കിണുങ്ങയല്ലേ? ഇറങ്ങി എവിടെയെങ്കിലും പോയി തൊലയടി. അങ്കിൾ, എടി എവിടെയെങ്കിലും പോയി തൊലയാനല്ലേ പറഞ്ഞു? ഇങ്ങോട്ട് താടാ. നോക്കി നിൽക്കാതെ കാര്യം വാടാഞ്ഞോട്ട്. അപ്പച്ചാ ഞാൻ പറയട്ടെ. അത്യാവശ്യമായിട്ട് എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ എടുക്ക്. പെട്ടെന്ന് വേണം. മനസ്സിലായില്ലേ? ഇപ്പൊ എന്റെ കൂടെ ഇറങ്ങണോ ഇവിടുന്ന്? എങ്ങോട്ട്? നരകത്തിലേക്ക്. നിന്നെ തൽക്കാലം ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകുക. എനിക്ക് ലീവ് കിട്ടില്ല. ഓഫീസിൽ ഇപ്പൊ തന്നെ ആവശ്യത്തിന് സ്റ്റാഫ് ഇല്ല. ഓഫീസിൽ ആളില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നിനക്കാണോ? 2 ആഴ്ച അവധി എഴുതി കൊടുക്ക്. ലീവ് കിട്ടില്ല, എനിക്ക് ഉറപ്പാ. എങ്കിൽ ജോലി രാജിവെക്ക്. അപ്പച്ചാ, ഒന്നും വേണ്ടെന്ന് വെക്ക്. അതിനൊരുത്തന്റെ ഔദാര്യം വേണ്ടല്ലോ. നിനക്കേ അന്തസ്സായിട്ട് കഴിയാനുള്ള വകയെ ഈ കുര്യാക്കോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നീയായിട്ടൊരു പേർദോഷം ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പച്ചൻ വിചാരിക്കുന്ന പോലെ ഒരു കുട്ടിയല്ല ഗംഗ. കുട്ടിയല്ല, അതാണ് എന്റെയും പ്രശ്നം. ഈ ചുറ്റിക്കളി എന്ന് എന്റെ മുമ്പിൽ നടക്കില്ല. കൂട്ടുകാരന്റെ ഭാര്യ അവള്. കർത്താവാണ് സത്യം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദേ പിന്നെ എനിക്ക് കലി വരുന്നു കേട്ടാ. കൂട്ടുകാരന്റെ ഭാര്യയെ നീയാണോടെ സംരക്ഷിക്കുന്നത്? ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഒരു പെണ്ണ്
തമ്മിൽ ബന്ധമില്ല പോലും. കൂട്ടുകാരന്റെ ഭാര്യ. എടാ കള്ളത്തരം ഇല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നീ നേരത്തെ പറഞ്ഞില്ല? ഓ, പ്രത്യേക സാഹചര്യമാണല്ലോ. വീട്ടിലറിഞ്ഞ തെറ്റിദ്ധരിക്കുമെന്നും പ്രശ്നം ഉണ്ടാവുമെന്നൊക്കെ എനിക്കറിയായിരുന്നു. എടാ അറിയിക്കാതിരുന്നതാണ് പ്രശ്നം. മതി തർക്കിച്ചത്. എന്താണെന്ന് വെച്ചാ എടുക്ക്, പോവാം. ഇപ്പൊ വരാൻ കഴിയില്ല പച്ച. തറുതല പറയുന്നു നീ, അതും എന്നോട്. വലിയ ഉദ്യോഗസ്ഥനാണെന്ന് ഞാൻ നോക്കത്തില്ല, അടിച്ച് ശരിപ്പെടുത്തി കളയും ഞാൻ. എടാ കുര്യാക്കോസ് എന്ന് തീരുമാനിച്ച അത് നടത്തി തീർക്കുമെന്ന് എനിക്കറിയാലോ. നിന്നെ പുനരൂരിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ഓർപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയിരിക്കും. അവന്റെ ഒരു മജിസ്ട്രേറ്റ് ഉദ്യോഗം. അല്ലെങ്കിലും നിന്നെ വീട്ടിലേക്കൊന്ന് വിളിച്ചുകൊണ്ടുവന്ന് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരേ പെണ്ണ് കാണൽ ചടങ്ങുണ്ട്. ഞാൻ പിന്നെ വന്നേക്കാം. പിന്നെയല്ല, ഇപ്പോൾ ഈ നിമിഷം. ചെല്ല്, ചെല്ലാൻ. കരകാണ കടലല മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ. കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി. പാട്ടുകൾ പാടാൻ കൊള്ളാം, കേൾക്കാനും കൊള്ളാം. കരകാണാ കടലിൽ ദിശ തെറ്റി നിൽക്കുന്ന നമ്മുടെ ഗംഗ ഇനി എന്നാണ് പ്രത്യാശയുടെ തീരം കാണുന്നത്? കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണേ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണേ.